അപ്പോൾ ഇത് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പം ഞങ്ങളിതാ ട്രിപ്പിലെ ലാസ്റ്റ് ട്രെയിൽ നടക്കാൻ വേണ്ടിയിട്ട് രാവിലെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, 11:30 ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു ട്രെയിലും കൂടി കഴിഞ്ഞാൽ നാളെ നമ്മൾ തിരിച്ചു പോവാണ്. നല്ല തണുപ്പും കാറ്റും മഴക്കാറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ട്രെയിലും അതിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഞങ്ങളങ്ങോട്ട് നടക്കട്ടെ. ഇപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. താഴോട്ടാണ് ട്രെയിൽ. വേൾപൂൾ ട്രെയിലാണ് കേട്ടോ നമ്മൾ എടുക്കണേ. നമ്മൾ ഇന്നലെ ചെയ്ത ഡിഫിക്കൽട്ട് ട്രെയിലിൻ്റെ അതർ സൈഡ് അതാണ്. അപ്പോൾ ആദ്യം തന്നെ അത് കുറേ സ്റ്റെപ്പായി. ഈ സ്റ്റെപ്പ് മുഴുവൻ തിരിച്ച് കയറണം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. താഴോട്ട് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാകും, വോയിസ്, നല്ല കാറ്റുണ്ട്. ഓക്കെ, അപ്പോൾ ട്രെയിലും അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ നടക്കാം. അങ്ങോട്ട് മുഴുവൻ സ്റ്റേഴ്സാണ്. ഇറങ്ങി താഴെ എത്തി കേട്ടോ. അവിടെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഈ മല മുഴുവൻ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് മുഴുവൻ ഞങ്ങൾ തിരിച്ചു കയറണം. എന്നിട്ട് സാധാ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യണം. അവിടെ മുഴുവൻ ചെളിയാണ്. പക്ഷെ അവിടെ മുഴുവൻ മഡാണ്. ഇന്നലെ മഴ ഉണ്ടായിരുന്നല്ലോ. ഓ, വെള്ളമൊക്കെ വന്ന് കിടപ്പുണ്ട്. അയ്യോ, അരുവി അരുവി. ഓ, അരുവി. എവിടെ അരുവി? അപ്പോൾ അതാ ഞങ്ങൾ വരുന്ന വഴി മുഴുവൻ ചെളിയായിരുന്നു കേട്ടോ. അതാ പിന്നെ അകത്ത് വീഡിയോ എടുക്കാതിരുന്നത്. ഇത്രേ ഉള്ളൂ. ഇത് ചെറിയ ട്രെയിലാണ്. അതാണ് വ്യൂ പോയിൻ്റ്. ഇവിടെ മെയിനായിട്ട് ആൾക്കാർ ഫിഷ് ചെയ്യാനൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ നമ്മൾ പോയ വേൾപൂൾ ട്രെയിലിൻ്റെ അതർ എൻഡാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ആ ട്രെയിലിൽ കൂടി തന്നെ നടന്ന് ഇവിടെ എത്തായിരുന്നു. ആ പാറകൾ നടന്ന് നമുക്ക് ഇങ്ങനെ എത്തായിരുന്നു. പിന്നെ നമ്മൾ ഇന്ന് എന്തായാലും ഈ ട്രെയിൽ എടുക്കണമെന്നുള്ളതുകൊണ്ട് പിന്നെ ഇന്നലെ അത് ഓപ്റ്റ് ചെയ്യാതിരുന്നു. അത് ഇവിടെ നിന്നൊക്കെ വെള്ളം വരുന്നു. പേടി കൊണ്ടാണോ നമ്മൾ അത്രയും കയറുമോ? പിന്നെ അവിടെ നിന്ന് ഇത്രയും നടക്കാനാണോ ബുദ്ധിമുട്ട്? ചെറിയൊരു അരുവി. അപ്പോൾ ഇവിടെ ആൾക്കാർ മെയിനായിട്ടും ഈ ഒരു സൈഡ് വരുന്ന ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ ഇന്നലെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചിട്ട് അവിടം വരെ നമ്മൾ ഇന്നലെ പോയായിരുന്നു. നമുക്ക് പിന്നെ എത്ര ഉണ്ടായിരുന്നു? ഒരു 200 മീറ്റേഴ്സ് അല്ലേ? 200 മീറ്റേഴ്സ് കറങ്ങിയിരുന്ന് നമുക്ക് ഇവിടെ എത്തായിരുന്നു. എന്നിട്ട് തിരിച്ചിങ്ങനെ കയറി പോകുമായിരുന്നു. കല്ല്. ആണോ? ഇതാണ് വ്യൂ വരുന്നത്. നമ്മൾ എവിടം വരെ വന്നെന്ന്? ആ കല്ല് വരെയോ? അതാ അവിടം വരെ നമ്മൾ ഇവിടെ ഇത്തിരി ക്ലൈം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു മീനെ കിട്ടിയേട്ടാ. ഇവിടെ ഉള്ളവരുടെ കാര്യം എന്താണെന്നറിയാം, ഇവർ മീനെ പിടിച്ചാൽ ഇവരതിനെ വിട്ട് കളയുന്നേ, ഇവരെടുക്കത്തില്ല എന്ന്. അല്ല, ഇവർ ഇതിനെ വെള്ളത്തിൽ ഇട്ട് കളയും ഇവർ. I'm surprised they're still looking that fresh right now. There's not many left. No, pretty much. I've been here for 4 hours. One bite. You saw it. I froze my ass off eating one fish. Yeah. Well, you saved your day anyway. Yeah.
4 മണിക്കൂർ ഇരുന്ന് ടാഗ് അതിനെ കിട്ടിയത്. അത് പോയി തോന്നുന്നു കേട്ടോ. അയ്യോ അവരത് തിരിച്ച് ബ്രീത്ത് ചെയ്യാൻ നോക്കും. Oh, it's a nice box. That's what it's for in growing, you know what it's like. പോയൊക്കെ അത് പോയി കേട്ടോ. കാണുന്നുണ്ടോ അതിനെ? നമ്മളൊക്കെയാണ് ഒരു മീനെ കിട്ടിയാൽ വീട്ടിൽ കൊണ്ടുപോകില്ല, ഇവർ കൊണ്ടുപോകില്ല. ഇവർക്ക് ഇത് പിടിക്കണ വരെ ഉള്ളൂ അതിൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. പിടിച്ച് കഴിയുമ്പോൾ അവരതിനെ വിടും. അപ്പോൾ അതാ ഇതാട്ടോ ട്രെയിലാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ അവിടം വരെ പോയി. ഇത്രയും കൂടി കറങ്ങി വന്നിരുന്നെങ്കിൽ നമുക്ക് എത്തായിരുന്നു. നമ്മൾ ഇവിടെ മെയിനായിട്ടും വന്നിരിക്കുന്നതൊക്കെ ഫിഷ് ചെയ്യണവരാട്ടോ എല്ലാവരും. അതാണ് നമ്മളെ എയറോക്കാർ. ചെറിയ ട്രെയിലാണ് ഇന്നത്തെ. അത് അത്രേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ നമ്മുടെ ബാക്കി പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഒന്നുമില്ല, വെറുതെ. പിന്നെ പിള്ളേർ ഇന്നലെ നയഗ്ര ഫോൾസ് കാണാൻ വന്നില്ലായിരുന്നു, അപ്പോൾ അവരെയും കൊണ്ടൊന്ന് അങ്ങോട്ട് പോകണം. അതൊക്കെയാണ് പരിപാടി. അപ്പോൾ അത്രയാണ് നമ്മുടെ ട്രെയിനിൻ്റെ വിശേഷങ്ങൾ. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഈ മല മുഴുവൻ കയറണമായി. എന്തൊക്കെ നല്ല നീളമുള്ള ഫിഷിംഗ് റോഡല്ലേ. ആ ഫിഷിനൊക്കെ വിട്ട് കളഞ്ഞിട്ട് അതേ അടുത്ത ഫിഷിനെ പിടിക്കാൻ പോകട്ടോ. അതിനെ ജീവിക്കാൻ വിട്ട്. ചിലപ്പോൾ അതിനെ തന്നെ ഇനി കിട്ടാനും മതി. 4 മണിക്കൂർ ഈ തണുപ്പത്തിരുന്നിട്ടാണ് അതിനെ കിട്ടിയത്. അതേ നമ്മുടെ എയറോക്കാർ മൂവ് ചെയ്യുന്നുണ്ട്. പതുക്കെയാണ് പോകുന്നത്. ശരിക്കും ട്രെയിലെടുത്ത് വരുന്നവർക്ക് പിന്നെ എയറോക്കാറിൻ്റെ ആവശ്യമില്ല അല്ലേ? ഭയങ്കര കിടിലം വ്യൂ ആണ് നമുക്ക് ഈ 2 ട്രെയിലിൽ നിന്ന് തന്നെ കിട്ടുന്നത്. പിന്നെ ഒരു ടോപ്പ് വ്യൂ കിട്ടണമെങ്കിൽ പോവാന്നുള്ളതേ ഉള്ളൂ. വെള്ളത്തിറങ്ങി നിൽക്കുമ്പോഴാണ് തണുക്കുമ്പോൾ 202 സ്റ്റെപ്സ് കേട്ടോ ഇവിടുന്ന് താഴെ വരെ. അതായത് സ്റ്റേഴ്സ് 202 സ്റ്റേഴ്സ് കയറിയിട്ട് ആണ് നമ്മൾ മുകളിലേക്ക് എത്തുന്നത്. താഴോട്ട് പോകുമ്പോഴും ഇത്രയും തന്നെ ഉണ്ട്. നോക്കട്ടെ. ഇത് മുഴുവൻ നമ്മൾ ഇറങ്ങി താഴെ പോകണം. താഴെ കാണാൻ പറ്റണില്ല. ഇങ്ങനെയും പോവാം. ഇപ്പോഴും പക്ഷെ കുറച്ച് സ്ലിപ്പറിയാണ്. ഈസി അല്ലേ? ആ സ്റ്റെപ്പ് ഇറങ്ങണ പണിയില്ലല്ലോ അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ അത്ര ഇറങ്ങാൻ പറ്റും. ബാക്കി സ്റ്റെപ്പ് ഇറങ്ങണം. എന്നാലും ഇങ്ങോട്ട് എന്തോ ഉണ്ട്. എന്താ നോക്കട്ടെ. ഇതൊരു ട്രെയിലാണെന്ന് തോന്നുന്നു. അല്ല, കുറച്ച് ദൂരം പോയി നോക്കാം. വേണ്ട, മഴവെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇടുന്ന കുഴലാട്ടോ. ചിലതൊക്കെ ഭയങ്കര വലിപ്പം കാണും. കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങിപ്പോവും. ഇതെന്ത് ട്രെയിലാണെന്ന് അറിഞ്ഞൂടാ. പോയി നോക്കാം. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല കാറ്റും തണുപ്പും
നല്ല രസമുണ്ട് നടക്കാൻ. ഇതൊരു ഈസി ട്രെയിലാട്ടോ. ഇത് വന്നു കഴിയുമ്പോൾ അപ്പർ വേൾപൂളിൻ്റെ വ്യൂ വരും. അതാണ് വേൾപൂള് കണ്ടോ. ആ ഈ വെള്ളം കിടന്ന് കറങ്ങണുണ്ടോ? ഇതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ നേരത്തെ പോയത്. അപ്പം നമ്മൾ മല കയറി വന്ന് ദിസ് ഈസ് ദ അപ്പർ വേൾപൂൾ. ഇത് ഭയങ്കര ഈസി പാത്താട്ടോ സോഫാർ. ഇതുപോലെ ചരൽ വഴിയാണ്. കുറച്ചുകൂടി ഒരു റിലാക്സിങ് ട്രെയിലാണ്. ഈ പാത്ത് നമ്മൾ കഴുത്തിലെയാണ് വന്നത്. ഇനി ഇതങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ നയാഗ്ര ഗ്ലെൻ ട്രെയിലാണ് ഇന്നലെ നമ്മൾ എടുത്തില്ലേ. അപ്പം ഞങ്ങളിനി തിരിച്ച് പാർക്കിംഗ് ലോട്ടിലോട്ട് നടക്കട്ടെ. ഇത് ബൈക്ക് പാത്തും കൂടിയാണ് കേട്ടോ. ഓ കാറ്റുണ്ടോ? നമുക്ക് സൗണ്ടിൽ തന്നെ ഡിസ്റ്റർബൻസ് ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കാം. നല്ല കാറ്റുണ്ട്. ഇത് മെയിൻ റോഡാണ്. അപ്പോൾ ഇതാണ് അപ്പർ വേൾപൂൾ ട്രെയിൽ. താഴോട്ട് പോകുമ്പോൾ വേൾപൂൾ ട്രെയിൽ. അങ്ങനെ 2 ട്രെയിലാട്ടോ ഇവിടെ ഉള്ളത്. ഇനി വേൾപൂൾ റിവർ പാർക്കുണ്ട്. ബൈക്ക് റിപ്പയർ ചെയ്യാനുള്ള സാധനമാണ്. അത് നമ്മൾ സൈക്കിള് കാറ്റടിക്കാനും അത്യാവശ്യം സ്പാനർ സ്ക്രൂ ഡ്രൈവറൊക്കെ ഉണ്ട്. ഇതൊരു ബുദ്ധ ടെമ്പിളാണ്. നമ്മൾ ആ ഒരു ആർക്കിടെക്ചർ കണ്ടപ്പോൾ ഒന്ന് കയറി കാണുന്നത്. അപ്പോൾ അവിടെ കണ്ട സംഭവം യൂണിവേഴ്സിറ്റി ഓഫ് നയാഗ്ര ഫോൾസ് കാനഡ. വെൽക്കം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ടുള്ള എൻട്രൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ചുറ്റും കടയാണ്. ബിരിയാണി വാല എന്നുള്ള കടയാണ്. അവിടെ നിന്ന് കേട്ടോ നമ്മൾ ലഞ്ച് വാങ്ങാമെന്ന് വിചാരിക്കണം. ഇന്നലെ നമ്മൾ ചർച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിൽ നിന്ന് ഡിന്നർ വാങ്ങി. എന്നെ പറഞ്ഞില്ല ഫ്രൈഡ് ചിക്കനും ഇതുമൊക്കെ ആയിരുന്നു വാങ്ങിയത്. പക്ഷെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല ചിക്കൻ സാൻഡ്വിച്ചും. അവിടെ ചിക്കൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നി. നമ്മൾ ടെൻഡേഴ്സും ചിക്കൻ്റെ ബർഗറും ആയിരുന്നു വാങ്ങിയത്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതാട്ടോ റെസ്റ്റോറൻറ്റ്. മെനു ആണെങ്കിൽ ഇവിടെ സ്കാൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പം നോക്കിട്ട് വന്നിട്ടുണ്ട് വെജ് ഫ്രൈഡ് റൈസ്. ഇതെന്താണ്? ചിക്കൻ 65 ആണ്. Yeah, that is chicken 65. This is chicken Manchurian. പിന്നെ ഹൈദരാബാദി മട്ടൻ ബിരിയാണി, ദം ബിരിയാണി. പിന്നെ നാൻ. ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കട്ടെ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Stay tuned until then. Take care. Bye-bye.